ഹായ് ഹലോ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 രസകരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ അവരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ബാഡ്ജ് അവർക്ക് ധരിക്കാൻ കൊടുത്തു. അത് കൈക്കലാക്കുന്നവരുടെ പെട്ടി അവർക്ക് ലഭിക്കും, അല്ലാത്തവരുടെ പെട്ടി ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. അങ്ങനെയൊക്കെ രീതിയിലൊരു ചെറിയ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ചെറിയ പിടിയും വലിയൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാൻ കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. അതിനു മുന്നേ രാവിലെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളും അവിടെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ കോമണർ കാറ്റഗറിയിൽ എത്തിയിട്ടുള്ള അനീഷ് കുറച്ച് വേറിട്ട കുറച്ച് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അവിടെ കാഴ്ചവെച്ചു. പെർഫോമൻസ് ഇൻ ദ സെൻസ് ഒരു അറ്റൻഷൻ സീക്കിംഗ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഇപ്പം പുള്ളിക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട് അവിടെ. ഓക്കെ, എന്തായാലും വളരെ നല്ല കാര്യം. ഒരു കോമണർ കാറ്റഗറിയിലാണ് പുള്ളി പോയത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ നിന്ന് സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണെങ്കിൽ പോലും അത്രയും ഫെമിലിയർ ഫേസ് അല്ല. അപ്പോൾ ആ ഒരു ഇടയിൽ ഒരു അറ്റൻഷൻ പിടിച്ച് പറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിൽ പുള്ളി വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, ക്യാപ്റ്റൻസി ടാസ്ക് വന്നു. ക്യാപ്റ്റൻസി ടാസ്ക് വന്നപ്പോഴത്തേക്കും അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് വെച്ചാൽ അവർ ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക് കൊടുത്തത്. ഉറപ്പായിട്ടും ഇപ്പോൾ ഇന്ന ആളാവണ്ട എന്നുള്ളതാണ് അവർക്ക് താല്പര്യമെങ്കിൽ അവർ ഉറപ്പായിട്ടും അവരെ നോമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇയാളാവാൻ നമുക്ക് താല്പര്യമില്ല. അങ്ങനെ ഓരോരുത്തരും ഒന്ന് പലരെയും സെലക്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്തത് ഈ അനീഷിനെ തന്നെയാണ്. കാരണം പലരും പല റീസൺസും പറഞ്ഞു. അതിനകത്ത് പുള്ളി രാവിലെ എന്തോ കാര്യത്തിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി, വഴക്കുണ്ടായി. അപ്പോൾ പുള്ളി അത് ആ സംഭവം നമ്മൾ കണ്ടിരുന്നു. അതായത് അവിടെ മലയാളം വായിക്കുന്നത് സംബന്ധിച്ച് അവിടെ ഒരു ബിഗ് ബോസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവിടുത്തെ നിബന്ധനകൾ രാവിലെ വായിക്കാൻ കൊടുക്കുമ്പോൾ പലരും മാറി മാറി വായിച്ചപ്പോൾ ഒരാൾ വായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടാവുകയും മലയാളം എഴുതാനും വായിക്കാനും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് അനീഷ് അവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും നിർത്താതെ തന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഒരു അറ്റൻഷൻ പുള്ളിയിലോട്ട് പോകുന്നുണ്ട്. അത് പലരെയും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പലരും അതിനുശേഷം അവിടെ ഒരു ചെറിയ തർക്കം ഉണ്ടായി. അതിനുശേഷം പുള്ളി ആരെടുത്തും സംസാരിക്കാതെ മിണ്ടാതെ മാറി നടക്കുകയാണ് ചെയ്തത് കുറേ സമയത്തോളം. അപ്പോൾ അത് പലരിലും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്, പലരെയും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങൾക്കും പുള്ളി സമീപിച്ചിട്ടും പുള്ളി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ടാസ്ക് വരുന്ന സമയത്ത് പലരും പറയുന്ന റീസൺ അതാണ്. പുള്ളിക്കാരന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പുള്ളിക്കാരൻ മിണ്ടാതെ നടക്കുന്നുണ്ട്. അപ്പം ഇയാളെ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇയാൾ മിണ്ടാതെ നടക്കും. അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ടൊരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാൾ മിണ്ടാതെ നടക്കും എന്നുള്ള രീതിയിൽ പല റീസൺസ് പറഞ്ഞു. അങ്ങനെ റീസൺസ് എല്ലാം പറഞ്ഞതിന് ശേഷം അവർ പുള്ളിയെ നോമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് പലരും ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് ഈ അനീഷ് ടിയെയാണ്. അതിനർത്ഥം ഇത്രയും പേര് ആഗ്രഹിക്കുന്നില്ല, കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല പുള്ളി ക്യാപ്റ്റനായിട്ട്. എന്നാൽ ബിഗ് ബോസ് അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്ത ആ ആളിനെ തന്നെ ക്യാപ്റ്റനാക്കി. അങ്ങനെ ആദ്യത്തെ വീക്കിൽ തന്നെ കോമണർ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ ക്യാപ്റ്റൻ ആവേണ്ടത്. എന്തായാലും അനീഷ് ആ ഒരു ഗെയിമിൽ നല്ല രീതിയിൽ വിജയിച്ചു. പുള്ളി എന്താണോ ആഗ്രഹിച്ചത് അതിലോട്ട് പുള്ളി എത്തിയിട്ടുണ്ട്. എന്തായാലും തുടർന്നുള്ള പെർഫോമൻസിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് കാണാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരാഴ്ച പുള്ളിയുടെ ക്യാപ്റ്റൻസി മുന്നിട്ട് നിൽക്കുന്നത്, അതിലുണ്ടായ ഫോൾട്ടുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ അനീഷ് ടിയെയാണ്. ഓക്കെ, അപ്പോൾ ക്യാപ്റ്റന് അഭിനന്ദനങ്ങൾ. നമുക്ക് തുടർന്നുള്ള പെർഫോമൻസുകൾ കാണാം, വിലയിരുത്താം.